പക്ഷേ ചിലർക്ക് ഈ 35-40 ഇടയ്ക്കായിരിക്കും BMI. അതിൻ്റെ കൂടെ ഈ അമിതവണ്ണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് കൺട്രോളില്ലാത്ത ഡയബറ്റീസ്, കൺട്രോളില്ലാത്ത ബ്ലഡ് പ്രഷർ, ചിലർക്ക് ഈ ബ്രെയിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടിയിട്ട് കാഴ്ചയിൽ വ്യത്യാസങ്ങൾ വരിക, അല്ലെങ്കിൽ ശ്വാസതടസ്സം, രാത്രി ഉറക്കത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടണില്ല, ശ്വാസതടസ്സം, ഞെട്ടി ഉണരുന്നു, ശരിക്കും ഉറക്കം കിട്ടാതെ, ഇങ്ങനെയുള്ളൊക്കെ കണ്ടീഷനും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും മറ്റ് മാർഗങ്ങൾ കൊണ്ട് നമുക്ക് തടി കുറയ്ക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ലൈഫ് ഒരു ജീവന് റിസ്ക് ഉള്ള കണ്ടീഷൻസാണത്. ആളുടെ ലൈഫ് സ്പാൻ കുറയും. നമ്മുടെ ജീവിതം നോർമൽ ഒരു വ്യക്തിയുടെ, നമ്മുടെ കേരളത്തിലെ ഒരാളുടെ ആവറേജ് ലൈഫ് സ്പാൻ 70 കൊല്ലമാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് 50 വയസ്സ് 55 വയസ്സാകുമ്പോഴേക്കും തന്നെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരും. ഈ അങ്ങനെയുള്ളവർക്കും സർജറി ചെയ്ത് കുറയ്ക്കാം. ആൾക്കാർ നമ്മുടെ OPയിൽ വരുന്നവർ പറയണത് അതാണ്, 6 മാസം നോക്കിയിട്ട് എനിക്ക് കുറേ അധികം വെയിറ്റ് കുറയ്ക്കാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞ് ആ കൺട്രോൾ എന്നുള്ള കാര്യം, മനുഷ്യ സഹജമായിട്ടുള്ള പല പ്രലോഭനങ്ങളും വരും. ഭക്ഷണ സാധനങ്ങൾ കാണും, നല്ല സ്വാദുള്ള ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ ആർക്കായാലും തോന്നിപ്പോവും. അങ്ങനെ വരുമ്പോൾ തിരിച്ച് വണ്ണം വരും. അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഈ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഡോക്ടേഴ്സ് ഡയറിയിൽ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപക് വർമ്മ, സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഗാസ്ട്രോഎൻട്രോളജി, ആസ്റ്റർ മെഡ്സിറ്റി, കൊച്ചി. നമസ്കാരം സർ. നമസ്കാരം സർ. ഇന്ന് സമൂഹത്തിൽ ഞാൻ ഈ അടുത്തൊരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയ്ക്ക് കേട്ടതാണ്, വണ്ണമുള്ളതൊന്നൊരു പ്രശ്നമല്ല, നമുക്കിപ്പം പലതരത്തിലുള്ള സർജറി, ബേരിയാട്രിക് സർജറീസ് അവൈലബിൾ ആണ്, എത്ര വണ്ണം ഉണ്ടെങ്കിലും ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയുന്ന ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയ്ക്ക് ഒരു സംസാരം ഞാൻ കേട്ടിരുന്നു. ശരിക്കും എന്താണ് ഈ ബേരിയാട്രിക് സർജറി? ബേരിയാട്രിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിഞ്ചു പറഞ്ഞ പോലെ തന്നെ വണ്ണം കുറയ്ക്കാനുള്ള ഒരു ഓപ്പറേഷനാണ്. അതായത് ഒരു സാധാരണ ഒരു മനുഷ്യന് ഇത്രയും പൊക്കമാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 6 അടി പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും കിലോ വെയിറ്റാണ് അയാളുടെ ഐഡിയൽ വെയിറ്റ് എന്നുള്ളൊരു കണക്കുണ്ടാവും. അതിലും വളരെയധികം കൂടുതൽ വന്ന് അതിൻ്റെ ഈ അമിതവണ്ണത്തിൻ്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ വണ്ണം കുറയ്ക്കാനുള്ള ഓപ്പറേഷനുകളെ കുറിച്ച് ആലോചിക്കേണ്ടത്. വണ്ണം കുറയ്ക്കാനുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും, ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിക്കണ ഭക്ഷണത്തിൻ്റെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യണതിൻ്റെ അളവും കുറയ്ക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന കാലറീസിൻ്റെ അളവ് കുറയും. അതുകൂടാണ്ട് നമ്മൾ വളരെ കുറച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ശരീരത്തിലേക്ക് പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ണം കുറയണത്. അപ്പോൾ അതാണ് അടിസ്ഥാനമായിട്ടും വണ്ണം കുറയ്ക്കാനുള്ള സർജറി അല്ലെങ്കിൽ ബേരിയാട്രിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ നേരത്തെ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മളുടെ പൊക്കത്തിനനുസരിച്ചുള്ള വണ്ണം, ആ ഒരു വണ്ണം എക്സീഡ് ചെയ്ത് എല്ലാവർക്കും ബേരിയാട്രിക് സർജറി ആപ്ലിക്കബിൾ ആണോ? എത്തരത്തിലുള്ള ആൾക്കാരിലാണ് നമ്മൾ ബേരിയാട്രിക് സർജറി ഓപ്റ്റ് ചെയ്യുന്നത്? അത് വളരെ നല്ല ചോദ്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ OPയിലിരിക്കുമ്പോൾ പേഷ്യൻസ് വരും, അതായത് കുറച്ച് വണ്ണം ഉണ്ട്, ഇപ്പോൾ കാണാൻ അത്ര ഒരു കുറച്ചും കൂടി വണ്ണം കുറഞ്ഞ ഒന്ന് കാണാൻ കുറച്ചും കൂടി സൗന്ദര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, ഈവൻ അത്ര അധികം പ്രായമില്ലാത്ത കുട്ടികൾ പോലും വരാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ബാരിയാട്രിക് സർജറി പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജറി എന്ന് പറഞ്ഞാൽ അതൊരു ഇൻ്റർവെൻഷനാണ്, അതൊരു പ്രൊസീജിയറാണ്. അത് അനസ്തീഷ്യ കൊടുക്കണം, ആസ്പത്രി കിടക്കണം, അങ്ങനത്തെ ഇത്. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ എന്ന കാര്യത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടു എന്നുള്ളതുണ്ട്. നമ്മളതിന് ഏറ്റവും സാധാരണയായിട്ട് കണക്കാക്കുന്നത് BMI എന്നുള്ളതാണ്, അതായത് ബോഡി മാസ് ഇൻഡെക്സ്. ഒരാളുടെ വെയ്റ്റും ഹൈറ്റും തമ്മിലുള്ളൊരു അനുപാതമാണത്. ഇത്രയും വെയിറ്റ് ഇപ്പോൾ 80 കിലോ ആണ്, പക്ഷേ ആൾക്ക് 150 സെൻറ്റിമീറ്ററാണ് ഉയരുന്നുണ്ടെങ്കിൽ അയാളുടെ BMI ഇത്രയും ആയിരിക്കും എന്ന് പറഞ്ഞ കണക്ക് നമുക്കതൊരു കണക്ക് കൂട്ടി അറിയാൻ പറ്റും. ഈ BMI 40 മീതെ പോകാമെന്ന് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തെല്ലായിടത്തും ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ചികിത്സാ രീതിയാണ് ഓപ്പറേഷൻ, അതായത് വണ്ണം കുറയ്ക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ BMI കണക്കാക്കുന്നത് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ ചിലർക്ക് ഇപ്പോൾ BMI 40 വന്നുള്ളതില്ല, 35-40 ഇടയ്ക്കായിരിക്കും. കൂടുതൽ വണ്ണുണ്ട്, പക്ഷേ എക്സർസൈസ് ചെയ്താലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഓപ്പറേഷൻ പറയില്ല. പക്ഷേ ചിലർക്ക് ഈ 35-40 ഇടയ്ക്കായിരിക്കും BMI. അതിൻ്റെ കൂടെ ഈ അമിതവണ്ണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് കൺട്രോളില്ലാത്ത ഡയബറ്റീസ്, കൺട്രോളില്ലാത്ത ബ്ലഡ് പ്രഷർ, ചിലർക്ക് ഈ ബ്രെയിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടിയിട്ട് കാഴ്ചയിൽ വ്യത്യാസങ്ങൾ വരിക,
അല്ലെങ്കിൽ ശ്വാസതടസ്സം, രാത്രി ഉറക്കത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടണില്ല, ശ്വാസതടസ്സം, ഞെട്ടി ഉണരുന്നു, ശരിക്കും ഉറക്കം കിട്ടാതെ, ഇങ്ങനെയുള്ളൊക്കെ കണ്ടീഷനും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും മറ്റ് മാർഗങ്ങൾ കൊണ്ട് നമുക്ക് തടി കുറയ്ക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ലൈഫ് ഒരു ജീവന് റിസ്ക് ഉള്ള കണ്ടീഷൻസാണത്. ആളുടെ ലൈഫ് സ്പാൻ കുറയും. നമ്മുടെ ജീവിതം നോർമൽ ഒരു വ്യക്തിയുടെ, നമ്മുടെ കേരളത്തിലെ ഒരാളുടെ ആവറേജ് ലൈഫ് സ്പാൻ 70 കൊല്ലമാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് 50 വയസ്സ് 55 വയസ്സാകുമ്പോഴേക്കും തന്നെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരും. അങ്ങനെയുള്ളവർക്കും സർജറി ചെയ്ത് കുറയ്ക്കാം. അപ്പോൾ സർജറിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായ വെയിറ്റ് റിഡക്ഷൻ, അതായത് ലോങ് ടേം ആയിട്ട് വെയിറ്റ് കുറയ്ക്കണം. കാരണം പലർക്കും ഡയറ്റും എക്സസൈസും കൊണ്ട് ടെമ്പററി ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് നമ്മൾ കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. മനുഷ്യന് ഒരു ഇപ്പോൾ പ്രോബബ്ലി ചിലപ്പോൾ 3 മാസം വരെ അല്ലെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും. പല ആൾക്കാരും നമ്മുടെ OP-യിൽ വരുന്നവർ പറയണത് അതാണ്. 6 മാസം നോക്കിയിട്ട് എനിക്ക് കുറേ അധികം വെയിറ്റ് കുറയ്ക്കാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞ് ആ കൺട്രോൾ എന്നുള്ള കാര്യം, മനുഷ്യ സഹജമായിട്ടുള്ള പല പ്രലോഭനങ്ങളും വരും. ഭക്ഷണ സാധനങ്ങൾ കാണും, നല്ല സ്വാദുള്ള ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ ആർക്കായാലും തോന്നിപ്പോവും. അങ്ങനെ വരുമ്പോൾ തിരിച്ച് വണ്ണം വരും. അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഈ ബേരിയാട്രിക് സർജറി അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനുള്ള സർജറി. സർ, ഈ ബേരിയാട്രിക് സർജറി എന്ന് പറയുമ്പം ഒരു വിഭാഗം സാധാരണ ജനങ്ങൾ പറയുന്നത്, ചിലവർ പറയും നമ്മുടെ ആമാശയത്തിനാണ് സർജറി ചെയ്യുന്നത്, ചിലവർ പറയും വയറിൻ്റെ ഒരു പോർഷനാണ് കട്ട് ചെയ്ത് കളയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള മിഥ്യാധാരണകളാണ് ഈ ബേരിയാട്രിക് സർജറി എന്ന് പറയുമ്പം. ശരിക്കും എന്താണ് ആ സർജറിയിൽ സംഭവിക്കുന്നത്? എന്താ നമ്മൾ ശരിക്കും ഒരു വ്യക്തിയിൽ ചെയ്യുന്നത്? ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബേരിയാട്രിക് സർജറി എന്നുള്ളത്, ആ സർജറി സൗന്ദര്യം കൂട്ടാനുള്ള ഓപ്പറേഷനല്ല. അതാണ് പലരും നമ്മുടെ പൊതുജനത്തിന് തമ്മിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേരിയാട്രിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വെയിറ്റ് കുറച്ച് ആളുടെ വെയിറ്റ് കൂടുതൽ എന്ന അസുഖം മാറ്റാനുള്ളൊരു പ്രൊസീജിയറാണത്. അതേസമയത്ത് ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് എടുത്ത് കളയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജൻസ് ചെയ്യണതുണ്ട്. അത് വയറിൻ്റെ പുറത്ത്, അതായത് മസിലിൻ്റെയും തൊലിയുടെ ഇടയിലുള്ള അമിതമായിട്ടുള്ള ഫാറ്റ് അവരൊരു സക്ഷൻ ഇത് വെച്ചിട്ട് എടുത്തു കളയണം. അതും ബാരിയാട്രിക് സർജറിയും തമ്മിൽ ടോട്ടലി വ്യത്യാസമുള്ള കാര്യമാണ്. ബാരിയാട്രിക് സർജറി ചിഞ്ചു പറഞ്ഞ പോലെ ആമാശയത്തിൻ്റെ സൈസ് കുറയ്ക്കുകയാണ്. അതായത് വയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ചെല്ലണ ഒരു സഞ്ചി പോലത്തെ സാധനമാണ് ഈ ആമാശയം. ആ ആമാശയത്തിൻ്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടും ബാരിയാട്രിക് സർജറിയുടെ ഉദ്ദേശം. അതേസമയത്ത് മറ്റേത് സൗന്ദര്യം കൂട്ടാനും ഷേപ്പ് വരുത്താനും ഒക്കെയുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാറ്റ് വെറുതെ എടുത്ത് കളയണുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് കുറയില്ല. അപ്പോൾ അതിന് തമ്മിൽ ടോട്ടൽ ഗണ്യമായ വ്യത്യാസമുണ്ട്. അത് പൊതുജനത്തിന് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണത്.